കബനി നദിയിൽ ഒഴുക്കിൽപ്പെടുകയാണ് കാട്ടാനക്കൂട്ടം. കർണാടക അതിർത്തിയ ബാവലി മീൻവല്ലത്താണ് ഈ സംഭവം ഉണ്ടായത്. പിന്നീട് ആനകൾ വളരെ കഷ്ടപ്പെട്ട് കരകയറുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ ഹെഡ്ലൈനിൽ കണ്ടത്. ആർക്കത് കുട്ടിയായി പോന്ന് കല്ല് എവിടെയും പോയി അടിക്കുമല്ലോ താനോ കല്ലിനോട്. ആ കല്ലിനോട് പോയി അടിക്കോ? അത് കേറും കമലാണ് വിവരങ്ങളുമായി ചെന്നത്. കമൽ, ഇന്നലെയും ഇതുപോലൊരു ദൃശ്യം എവിടെ നിന്നാണ് എന്ന് ഓർക്കുന്നില്ല. ഒരു ആനക്കൂട്ടം ഇങ്ങനെ പുഴ മുറിച്ച് കടന്നു പോവുകയായിരുന്നു. അതിലൊരു ആന ഒഴുകിപ്പോകുന്നു. പിന്നീട് വളരെ ബുദ്ധിമുട്ടി അത് മറുകരയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. ഇപ്പോഴൊരു ആനക്കൂട്ടം തന്നെ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്ന സാധനം ആനകൾക്കറിയാമല്ലോ ഈ ഒഴുക്കും അത് മുറിച്ചു കിടക്കേണ്ട രീതിയും ഒക്കെ. ഇവിടെ അപ്രതീക്ഷിതമായി വലിയ ഒഴുക്കാണോ കബനി നദിയിൽ? എല്ലാ ആനകളും ഈ കൂട്ടത്തിലുള്ള എല്ലാ ആനകളും മറുകരയിലേക്ക് പോയോ? രതീഷ്, കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ ഓപാലിയിൽ നിന്നാണ്. അത് വലിപ്പത്തിൽ കുറഞ്ഞ ഒരു കുട്ടിയാനയാണ് അന്ന് ഒഴുക്കിൽപ്പെട്ടത്. അത് വീതി കുറഞ്ഞ ഒരു കാട്ടരുവിയായിരുന്നു. പക്ഷെ കബനി നദി ഇപ്പോൾ നിറഞ്ഞൊഴുകുകയാണ്. വയനാട്ടിലെ മുഴുവൻ വെള്ളവും ഒഴുകി എത്തുന്നത് ഈ കബനിയിലേക്കാണ്. പനമരം പുഴ, മാനന്തവാടി പുഴ മുഴുവൻ കിഴക്കോട്ടാണ് വയനാട്ടിലെ ജലത്തിന്റെ ഒഴുക്ക്. അങ്ങനെ ഒഴുകി കബനി നദിയായാണ് കർണാടകയിലേക്ക് കടക്കുന്നത്. ആ അതിർത്തി പ്രദേശത്താണ് ബാവലി മീൻവല്ലത്താണ് ഇത്തരത്തിലൊരു ആനയും കുട്ടിയാനയും ഒഴുക്കിൽപ്പെടുന്നത്. സാധാരണ കബനി വേനൽക്കാലത്തൊക്കെ നടുവിൽ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. പാറകൾ നിറഞ്ഞ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണാറ്. പക്ഷെ നിറഞ്ഞൊഴുകുന്ന സമയത്ത് ആന ഒഴുക്കിൽപ്പെടുന്ന എന്തായാലും അധിക ദൂരമൊന്നും പോയില്ല. അതിനു മുൻപ് തന്നെ കല്ലൊക്കെയുള്ള ഭാഗത്ത് ആനയും കുട്ടിയും കയറിപ്പോയി. ഈ ഭാഗം എന്ന് പറയുന്നത് ഈ പുഴ കുറച്ചുകൂടി ഒഴുകി മുന്നോട്ട് പോയാൽ നാഗർഹോളെ, ബന്ദിപ്പൂർ, കടുവ സങ്കേതങ്ങളൊക്കെയാണ് ഈ കർണാടകയിലെ. അവിടുത്തെ ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്ന പ്രദേശങ്ങളാണ്, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആനകളെ ഒരുമിച്ച് കാണുന്ന പ്രദേശങ്ങളാണ് ഈ കബനി നദിയുടെ തീരങ്ങൾ. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് എൻഡേഗൂർ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്ത്. വേനൽക്കാലത്തൊക്കെ ഒരു 500 ആനകളെയൊക്കെ ഒരുമിച്ച് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ പുഴയോരത്ത്. അത്രയും ആനകളുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ആന വലിയ ഒഴുക്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വയനാട്ടിൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കബനി ഇപ്പോൾ നിറഞ്ഞൊഴുകുകയാണ്. എന്തായാലും അപകടമൊന്നുമില്ലാതെ ആനയും കുട്ടിയും കരയിലേക്ക് കയറിപ്പോയി. ആനക്കൂട്ടം ഒഴുക്കിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആനകൾ കരകയറിയത്. കബനി നദിയിലാണ് ആനകൾ ഒഴുക്കിൽപ്പെട്ടത്. വയനാടിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്.